ഹായ് ഗൈസ്, ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് വയനാട്ടിലാണ്. അപ്പോൾ വയനാട്ടിൽ നമ്മളൊരു റിസോർട്ടിലാണുള്ളത്. അപ്പോൾ ഈ റിസോർട്ട് ഞാൻ മുമ്പ് കാണിച്ചിട്ടുണ്ട്, എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ട്. അപ്പം അന്ന് വന്നതിന് ശേഷം കുറച്ച് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇവിടെ, അത് ഞാൻ കാണിച്ചു തരാം അത് വീഡിയോയിൽ. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഇന്നലെ രാത്രിയാണ് ഇവിടെ വന്നത്. അപ്പോൾ ഇന്ന് ഇവിടെ താമസിച്ചു. ഇനി നമ്മൾ ഇന്ന് ചിലപ്പോൾ ഇംവൽ ഗോപാൽ സ്വാമി ബെട്ട എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലമുണ്ട് കർണാടകയിൽ, അവിടേക്ക് പോകാനുള്ള പ്ലാനാണ്. മൈസൂർ പോകുന്നതിനെ പറ്റി നമ്മൾ ചിന്തിച്ചിരുന്നത്. അപ്പോൾ ചില പ്രശ്നങ്ങളുണ്ട്, കാരണം രാത്രി തിരിച്ചു വരുമ്പോൾ ഇവിടെ അടയ്ക്കും. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഉള്ള സ്ഥലം മാനന്തവാടി അടുത്താണ്, കർണാടകയ്ക്ക് പോകാൻ എളുപ്പമാണ്. അപ്പം ഇന്ന് ഇമവൽ ഗോപാൽ സ്വാമി ബെട്ട പോകണം എന്നാണ് പ്ലാന്. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഇവിടെ തന്നെ വന്ന് രാത്രി താമസിക്കും. പിന്നെ നാളെ ഇവിടെ വയനാട് എവിടെയെങ്കിലും 1-2 സ്ഥലം കണ്ടിട്ട് തിരിച്ചു പോകുക, അതാണ് പ്ലാൻ. ഇത് അന്ന് നമ്മൾ വന്ന സമയത്ത് ഇവിടെ ഒരു ഏർമാടം ഉണ്ടാക്കിയിരുന്നു. അതിൻ്റെ മുകളിലൊക്കെ ഒരു ഷീറ്റ് ഇട്ടിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു ചെറിയൊരു ഹട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പം നമ്മളവിടെ ജോലി ചെയ്യുന്ന ഒരാളുണ്ട്, ഒരു ഫാമിലിയൊക്കെ അവിടെയാണ് താമസിക്കുന്നത്. അതിൽ സ്വിമ്മിംഗ് പൂൾ എങ്ങനെയാ പോവാ? ബസ് ഉണ്ടാവും. ബസ് ഉണ്ടല്ലേ? ഇവിടെ വരൂലേ? ഇവര് ട്രൈബൽസ് ആണ്, അതുകൊണ്ടാണ് നമ്മൾ അവർ അത്ര വീഡിയോ ഉള്ളിലേക്കൊന്നും വീഡിയോ എടുക്കാത്ത. അപ്പോൾ നമ്മൾ ഫസ്റ്റ് പണി എന്ന് പറഞ്ഞത് ചായ ഉണ്ടാക്കണം. രാവിലത്തെ ചായ ഉണ്ടാക്കണം. അപ്പോൾ ചായ ഉണ്ടാക്കാൻ ഇവിടെ പഞ്ചസാര ചായപ്പൊടിയൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ നമ്മൾ നേരത്തെ പോയില്ല, കുടിയിൽ അവരുടെ നിന്നാണ് വാങ്ങിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഇവിടെ കിച്ചണൊക്കെ ഉണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ താമസിച്ചത് അവിടെയായിരുന്നു. പക്ഷേ ഈ ഓപ്പോസിറ്റുള്ള ഇവിടെയാണ്, ഈ റൂമിലാണ് കിച്ചണും കാര്യങ്ങളൊക്കെ ഉള്ളത്. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് ചായ ഉണ്ടാക്കണം, എന്നിട്ട് ഇവിടുന്ന് പോവുള്ളൂ. അപ്പോൾ ഇതാണ് ആ ചെറിയ വീട്ടിലുള്ള കാഴ്ചകൾ. ഇവിടെ ഒരു ഡൈനിങ് ടേബിൾ ഉണ്ട്. പിന്നെ അപ്പുറത്തെ സൈഡിലൊരു കിച്ചൺ ഉണ്ട്. ഇതാണ് കിച്ചണ്. അപ്പോൾ നമ്മളതവിടെ ചായ ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ ഇവിടെ ഫുൾ സെറ്റപ്പാണ്, പാത്രങ്ങളും എല്ലാ സാധനങ്ങളും അതിൻ്റെ ഇടയിലുണ്ട്, കബോർഡിലുണ്ട്. പിന്നെ ഇവിടെ ഒരു ടോയ്ലറ്റ് ഉണ്ട്. ഇപ്പുറത്ത് വീണ്ടും ഒരു റൂമുണ്ട്. ഈ റൂമിൽ എല്ലാ ആംബിയൻസ് അടിപൊളിയാണ്. അതിൻ്റെ വിൻഡോ ഇവിടെ കിടന്നു കഴിഞ്ഞാൽ ശരിക്കും കാടിൻ്റെ ഇത് അനുഭവിച്ചിട്ട് ഇതുണ്ട്. ഈ സൈഡിലൊക്കെ കാടിൻ്റെ മർമ്മരം അനുഭവിച്ചിട്ട് ഇങ്ങനെ ഉറങ്ങാം. ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ കാടാണ് ഇപ്പുറത്തെ സൈഡിക്ക്. ഈ സൈഡിലും കാടാണ്. നമ്മൾ മുമ്പ് വന്ന സമയത്ത് ഇതിൻ്റെ പണി തീർന്നിരുന്നില്ല. ഇവിടെ ഇങ്ങനെ ഒരു ചെറിയൊരു പോണ്ട് പോലെ ഉണ്ടാക്കിയിട്ടുണ്ട്. അന്ന് അതിൻ്റെ പണി തീർന്നിരുന്നില്ല. കണ്ടില്ല, ഇവിടെ ഇരിക്കാനൊരു സെറ്റപ്പ് ഉണ്ട്. പിന്നെ ഇതാണ് സംഭവം. അപ്പോൾ നമ്മളെ യാത്രാ പ്ലാനിൽ ചെറിയതായിട്ടൊരു മാറ്റം വരുത്തിയിട്ടുണ്ട്. നമ്മൾ ഈ ഗോപാൽ സ്വാമി ബെട്ട പോകാനാണ് വിചാരിച്ചിരുന്നത്. അപ്പോൾ പക്ഷേ ഫാമിലിക്കൊക്കെ പോകാൻ താല്പര്യം മൈസൂർക്കാണ്. മൈസൂർ പോകുമ്പോൾ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ തിരിച്ചു വരുമ്പോൾ 2 റോഡ് ഉണ്ട് മെയിനായിട്ട്. അത് രണ്ടും അടയ്ക്കും. ബന്ദിപ്പൂർ മുത്തങ്ങ റോഡും പിന്നെ ഇവിടെ ബാവലി വഴി ഒരു റോഡുണ്ട്, അത് രണ്ടും അടയ്ക്കും. അപ്പോൾ നമ്മൾ വേറെ ഏതെങ്കിലും ഒരു വഴിക്ക് ഹുൻസൂർ വഴി തിരിച്ചു വരാനുള്ള പ്ലാനാണ്. അപ്പോൾ എന്തായാലും മൈസൂരിലേക്കാണ് പോകുന്നത് ഇപ്പോൾ യാത്ര.
അങ്ങനെ നമ്മൾ മൈസൂർ പാലസിലെത്തി. ഇപ്പോൾ സമയം 2:30 ആയിട്ടാണ്. അപ്പോൾ ഏകദേശം നമ്മൾ അവിടുന്ന് ഈ പടിഞ്ഞാറത്തറന്ന് ഏകദേശം ഇങ്ങോട്ട് 4.5 മണിക്കൂറിൻ്റെ ദൂരമുണ്ട്. ഫുള്ള് ഇതാണ് കേട്ടോ, ഈ പല കരകൗശല വസ്തുക്കൾ, ഹാൻഡിക്രാഫ്റ്റ് ഐറ്റംസ് ഒക്കെ ഉണ്ട് ഇഷ്ടം പോലെ. ചെറിയ 2 ക്ഷേത്രങ്ങളുണ്ട് അതിൻ്റെ അടുത്ത് തന്നെ. ഒന്നത് അതേപോലെ തന്നെ അപ്പുറത്ത് ഒന്നുണ്ട്. ഇതാണ് എൻട്രി പാലസിൻ്റെ. ടിക്കറ്റിന് എത്രയാണെന്ന് അറിയില്ല, നോക്കട്ടെ. ഈ 150 രൂപയാണ് ഒരാൾക്ക്, അഡൽട്ടിന്. കുട്ടികൾക്ക് 70 രൂപ. ഇതാണ് വോഡയാർ രാജവംശത്തിൻ്റെ കൊട്ടാരം, മൈസൂർ പാലസ്. ഇത് നമ്മൾ സത്യം പറഞ്ഞാൽ നമ്മൾ മൈസൂരിൽ നിന്ന് കേൾക്കുമ്പോൾ നമ്മൾ ടിപ്പു സുൽത്താനൊക്കെ വിചാരിക്കും, പക്ഷെ ടിപ്പു സുൽത്താനായിട്ട് യാതൊരു ബന്ധമില്ല. പാലസ് കയറുമ്പോൾ നമ്മൾ ഫസ്റ്റ് ഷൂ അല്ലെങ്കിൽ ചെരുപ്പൊക്കെ അവിടെ കഴിച്ച് വെക്കണം കേട്ടോ. ചെരുപ്പില്ലാതെ ഉള്ളിൽ കയറ്റുള്ളൂ. ഒരു 1.5 മണിക്കൂർ കാണാനുണ്ടാവും. അപ്പോൾ നമ്മൾ പാലസ് കണ്ടു കഴിഞ്ഞു, പുറത്തിറങ്ങി. ഈ സത്യം പറഞ്ഞാൽ ഒരു 150 രൂപയായിട്ട ടിക്കറ്റ്. അതിന് മാത്രമുള്ള സംഭവമൊന്നുമില്ല. ഒരു ആകെ 2 ഫ്ലോറാണുള്ളത്. ഒരു അരമണിക്കൂർ സമയം കാണാനുള്ളതേ ഉള്ളൂ അവിടെ. പിന്നെ ഇപ്പുറത്ത് കുറച്ച് കാഴ്ചകളുണ്ട് പാലസിൻ്റെ വലത് സൈഡിൽ. ഈ ഭാഗത്ത് കുറച്ച് ക്ഷേത്രങ്ങൾ ആണ് കേട്ടോ, 2 ക്ഷേത്രങ്ങളുണ്ട്. പിന്നെ കുറച്ച് ബിൽഡിങ്ങുകളുണ്ട്, അതൊക്കെ വെസ്റ്റേൺ സ്റ്റൈലിലാണ്. പിന്നെ ഇതുണ്ടല്ലോ വെർട്ടിക്കൽ ഗാർഡന്, രസമുണ്ടായി. നമ്മൾ ഇപ്പോൾ പാലസ് കണ്ടു കഴിഞ്ഞ് ഇനി നമ്മൾ അടുത്ത പ്ലാന് ടിപ്പു സുൽത്താൻ്റെ സ്ഥലം, അതായത് ശ്രീരംഗപട്ടണത്ത് പോകാനാണ്. അപ്പോൾ ഒരുപാടൊന്നും കറങ്ങാനുള്ള സമയമില്ല. 5 മണി വരെയാണ് അവിടെ സമ്മർ പാലസ് ഉണ്ട് ടിപ്പു സുൽത്താൻ്റെ, അത് കാണാൻ. അപ്പോൾ 5 മണി വരെയാണ് സമയം. അപ്പോൾ അതിൻ്റെ മുന്നേ അവിടെ എത്തണം. ടിപ്പു സുൽത്താൻ്റെ സമ്മർ പാലസിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. സംഭവം ഇപ്പോൾ 4:45 ആയിട്ടാണ്. ശരിക്കും പറഞ്ഞാൽ 5 മണി വരെ ഇവിടെ ഓപ്പണിംഗ് ഉള്ളൂ. കിട്ടിയാൽ ഉള്ളിൽ കയറാൻ ചാൻസ് കിട്ടിയാലും ഓക്കെ, ലക്ക് ഉണ്ടെങ്കിൽ കയറാൻ പറ്റും. ഇതാണ് പാലസ്. ഇത് ശ്രീരംഗപട്ടണത്താണ് കേട്ടോ ടിപ്പു സുൽത്താൻ്റെ കാര്യങ്ങളൊക്കെ ഉള്ളത്.
ഫൈനലി നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ കയറിയിട്ടാ. ഇതാണ് സമ്മർ പാലസ്, ടിപ്പു സുൽത്താൻ്റെ. കാരണം നമ്മൾ ഒരുപാട് നേരം വൈകിയിരുന്നു. പിന്നെ ഓൺലൈനിൽ ടിക്കറ്റ് എടുക്കണം. അപ്പം ലാസ്റ്റ് 5 മിനിറ്റ് ഉണ്ടായിരുന്നു. അതിൻ്റെ ഉള്ളിലാണ് ഇപ്പം എൻട്രി കിട്ടിയത് ഭാഗ്യത്തിന്. നന്നായിട്ട് മഴ പെയ്യുന്നുണ്ട് ഇവിടെ. നല്ല രസമുള്ളൊരു പൂന്തോട്ടാണ് ഇത്. കണ്ടോ, നല്ല രസമുള്ളൊരു ലോണ്. ഞാൻ മുമ്പ് വന്നിട്ടുണ്ട് കേട്ടോ. പക്ഷെ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പാണ്, ഒരു 25 വർഷം മുൻപേ ഒക്കെ ആയിട്ട് വന്നിട്ടുണ്ടാവില്ല. അതിന് അവസാനം നമുക്ക് എൻട്രി കിട്ടിയില്ല അവിടെ. എല്ലായിരുന്നെങ്കിലും എന്ത് ചെയ്യുന്നു നീ? ഒരിപ്പം നമ്മൾ ഓടിക്കട്ടോ ഇവിടുന്ന്. നമ്മളിപ്പോൾ ഈ വോഡയാർ പാലസിൽ കണ്ട പോലെ അങ്ങനെ വലിയൊരു കൊട്ടാരമൊന്നും അല്ല കേട്ടോ. ടിപ്പു സുൽത്താൻ്റെ ചെറിയൊരു കൊട്ടാരമാണ് സമ്മർ പാലസ്. അപ്പോൾ നമ്മൾ ഇതും കണ്ടു കഴിഞ്ഞ്, സമ്മർ പാലസ് കണ്ടു കഴിഞ്ഞ്, അപ്പോൾ ഇനി നമ്മൾ തിരിച്ചു പോവുകയാണ്. തിരിച്ച് മാനന്തവാടിക്ക് തന്നെ വീണ്ടും പോവുകയാണ്. അത് പടിഞ്ഞാറത്തറ നമ്മൾ ഇന്നലെ താമസിച്ചിടത്തേക്ക് തന്നെ. അപ്പം റിട്ടേൺ ഇപ്പം 3 റൂട്ടാണ് ഞാൻ പറഞ്ഞില്ലേ. അതിലിപ്പോൾ ഒരു റൂട്ട് ഇപ്പോൾ ഓൾറെഡി ക്ലോസ് ചെയ്തിട്ടുണ്ടാവും. പിന്നെ ഹുൻസൂർ വഴി ഒരു റോഡുണ്ട്, അതിലാണ് നമ്മൾ പോകാൻ ഉദ്ദേശിക്കുന്നത്. ഹായ്, ഗുഡ് മോർണിംഗ്. അപ്പം നമ്മൾ ഇന്നലെ വൈകുന്നേരം നമ്മൾ ഇപ്പം ഇവിടുന്ന് അവസാനം ടിപ്പു സുൽത്താൻ്റെ സമ്മർ പാലസ് കണ്ടു കഴിഞ്ഞ് പിന്നെ അവിടുന്ന് തിരിച്ചു വരികയായിരുന്നു. അപ്പോൾ തിരിച്ചു വരുന്ന സമയത്ത് വയറിന് വലിയ സുഖം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് പിന്നെ കൂടുതൽ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. അപ്പോൾ നമ്മൾ ഹുൻസൂർ ഗോണിക്കൊപ്പ വഴിയാണ് ഇങ്ങോട്ട് വന്നത്, വയനാട്ടിലേക്ക് വന്ന് മാനന്തവാടിക്ക് വന്നത്. അപ്പോൾ ഈ റൂട്ട് 24 hour ഓപ്പണാണ്, ഏത് സമയത്ത് പ്രശ്നമില്ല മൈസൂരിൽ നിന്ന് വരാൻ. നമ്മൾ പോയത് കാട്ടിക്കുളം ബാവലി വഴിയായിരുന്നു പോയത്. ആ റൂട്ട് 6 മണിക്ക് അടക്കും. പിന്നെ വേറെ റൂട്ടുള്ളത് സുൽത്താൻ ബത്തേരി, മുത്തങ്ങ, പിന്നെ ഗുണ്ടൽപേട്ട് വഴിയുള്ളതാണ്. അതും 9 മണിക്ക് അടയ്ക്കും. അപ്പോൾ നമ്മൾ ഇപ്പുറത്തു കൂടെയാണ് വന്നത്. അപ്പം നമ്മളിവിടെ എത്തിയപ്പോൾ ഏകദേശം രാത്രി ഇന്നലെ ഒരു 12:30 ആയിട്ടുണ്ട്. അപ്പം ഇന്ന് നമ്മളിപ്പോൾ ഇവിടുന്ന് തിരിച്ചു പോവുകയാണ്. ഇനി ഇപ്പം നമ്മൾ പോകുന്ന വഴിക്ക് ഇനി എന്നൂർ കണ്ടിട്ട് പോകണം എന്നാണ് പ്ലാനുള്ളത്. അപ്പോൾ ഇതാണ് ഈ റൂമിൻ്റെ സൗകര്യം. ഇവിടുത്തെ ഒരു വലിയൊരു ബെഡുണ്ട്, ഡബിൾ കോട്ട്. പിന്നെ ഇവിടെ ഒരു സിംഗിൾ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഒന്ന് വേറെ ഉണ്ട്, എക്സ്ട്രാ ഉണ്ട്. പിന്നെ എക്സ്ട്രാ ബെഡ് വേണ്ടവർക്ക് ഇവിടെ വേറെ ഉണ്ട്. പിന്നെ അവിടുത്തെ ടോയ്ലറ്റ് സൗകര്യം ഒന്ന് കാണിച്ചു തരാണ്. ഇതാണ്. അപ്പോൾ ഈ പ്രോപ്പർട്ടീൻ്റെ പേര് മംഗോസ്റ്റീൻ പ്രോപ്പർട്ടീസ് എന്നാണ്. ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ കിട്ടും. പക്ഷെ നമ്മളിപ്പോൾ പുറത്ത് കൊടുക്കുന്നില്ല എപ്പോഴും. അപ്പോൾ കൊടുക്കുന്ന സമയത്ത് നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തവർക്ക് എന്തെങ്കിലും കിട്ടാൻ വേണ്ടിയിട്ട്, കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ ഓണറോട് പറയാം. ഇന്നലെ രാത്രിയൊക്കെ ഇവിടെ നല്ല മഴ ആയിരുന്നു. മഴ പെയ്ത് കഴിഞ്ഞാൽ വണ്ടി കയറാൻ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടാവും. ഇതുണ്ടല്ലേ, മഴക്കാലത്ത് നല്ല രസം ഉണ്ടാവില്ല. പുല്ലൊക്കെ, പച്ച പുല്ലൊക്കെ ഉണ്ടാകുമ്പോഴാണ് നല്ല രസം ഉണ്ടാവില്ല ഇവിടെ. മഴ പെയ്തിട്ടുണ്ട്, വണ്ടി നല്ല ചളിയുണ്ട്. അപ്പം മൂപ്പരാണ് ചന്ദ്രേട്ടനെ, മൂപ്പരാണ് ഇത് നോക്കുന്നത് കേട്ടോ. അവിടെ ഫുൾ ചളിയാണ്. മോട്ടർ ഇട്ടാല്
മോട്ടർ ഇട്ടാൽ വെള്ളം അടിച്ചാൽ പോയിക്കോളും. അപ്പോൾ നമ്മൾ എന്നൂർ വന്ന് നോക്കി. അപ്പോൾ അവിടെ ക്ലോസ്ഡ് ആണെന്ന്, കാരണം റെഡ് അലർട്ട് ആയതുകൊണ്ട്. അപ്പം നമ്മൾ ഈ യാത്ര ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇനി തിരിച്ച് നാട്ടിലേക്ക് നേരിട്ട് പോവാണ്. അപ്പോൾ ബൈ.